السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا من سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. ബഹുമാന്യ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കാൻ നാം ഈ ഒത്തുചേർന്നത് സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് റബ്ബ് തആല സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും അവൻ അനുഗ്രഹിക്കുകയുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്, ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിൽ, നന്മ നിറഞ്ഞതായി രൂപപ്പെടുത്തുന്നതിൽ ശക്തമായ പ്രതിഫലനവും പ്രചോദനവും നൽകുന്നത് നമ്മുടെ ഈമാനാണ്, വിശ്വാസമാണ്. ഈമാൻ ശക്തിപ്പെടുന്നതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മകളുണ്ടായിക്കൊണ്ടിരിക്കും. ഈമാൻ എത്രത്തോളം ദുർബലമാകുന്നുവോ അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ നന്മകൾ കുറയുകയും തിന്മകൾ വർദ്ധിക്കുകയും ചെയ്യും. ആ ഈമാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു മുസ്ലിമും അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണ്, പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. വിശ്വാസം എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നുവെങ്കിലും അതിനേക്കാൾ ഉപരിയാണ് ഈമാൻ എന്ന വാക്കിന് ഇസ്ലാം നൽകിയിട്ടുള്ള അർത്ഥതലങ്ങൾ. ദൃഢമായ ഉറപ്പാണ് ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദൃഢമായ ഒരു ഉറപ്പ്, പരലോകത്തെപ്പറ്റിയുള്ള വളരെ ദൃഢമായിട്ടുള്ളൊരു ബോധം ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടോ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ നന്മകൾ സ്വാഭാവികമായും പ്രകടമാവും, പ്രതിഫലിക്കും. തിന്മകൾ ചെയ്യുവാനുള്ള സാഹചര്യവും സന്ദർഭവും ഉണ്ടായിരുന്നാൽ പോലും അതിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ശക്തമായ പ്രചോദനം ആ ഈമാൻ ആ വ്യക്തിക്ക് നൽകും. നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇക്കാലഘട്ടത്തിലുണ്ട്. ചില പട്ടണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന ബോർഡ്. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിൻ്റെ, ആ ക്യാമറ സ്ഥാപിച്ചിട്ടുള്ള റോഡിൻ്റെയും പരിസരങ്ങളിലുമെല്ലാം എത്തുമ്പോൾ എല്ലാവർക്കും ഒരു നിയന്ത്രണമുണ്ടാകും. കാരണം എല്ലാവരുടെയും മനസ്സിൽ ഇവിടെ ക്യാമറയുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്.
എന്തെങ്കിലും അബദ്ധം ചെയ്താൽ, അനാവശ്യമോ അക്രമമോ പ്രവർത്തിച്ചാൽ ആളാരാണ് എന്ന് തിരിച്ചറിയും, പിടിക്കപ്പെടും. ഈ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ വരുന്നത് കൊണ്ട് തന്നെ ക്യാമറ സ്ഥാപിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ, പട്ടണങ്ങളിൽ, സ്ഥാപനങ്ങളിൽ എത്തുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു നിയന്ത്രണമുണ്ടാകും. വേണ്ടത് നമ്മൾ ചെയ്യും, വേണ്ടാത്തതും അനാവശ്യമായതും ചെയ്യാതിരിക്കും. കാരണം അവിടെ നിരീക്ഷണമുണ്ട്. ആ ക്യാമറകളെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറോ സെൻ്ററോ ഉണ്ടാകും. അവിടെ എല്ലാം റെക്കോർഡ് ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇത് മനസ്സിലാക്കുന്നതിനനുസരിച്ച് അതിലെ ജോലിക്കാർക്ക്, അവിടെ എത്തിച്ചേരുന്ന ആളുകൾക്കെല്ലാം കൃത്യമായ ചില നിയന്ത്രണങ്ങളുണ്ടാകും. അത് സ്വാഭാവികമായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തെ ആധുനിക ക്യാമറകളെക്കാൾ ഉപരി ഒരുപാട് സാക്ഷ്യങ്ങൾ കൊണ്ട് വലയം ചെയ്തു വച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ ഒരുപക്ഷെ മറന്നുപോകാൻ സാധിച്ചെന്ന് വരും. യുവത്വകാലങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ, ചിലപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ മറന്നിരിക്കും. ചിലപ്പോൾ ഇന്നലെ ചെയ്ത കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ പോലും അതെന്താണ് ഞാൻ പറഞ്ഞത് എന്ന്, എന്തായിരുന്നു ഞാൻ ചെയ്തത് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മളുടെ മനസ്സിൽ അതിനൊരു സ്ഥാനമുണ്ടായിരുന്നില്ല. പക്ഷേ പടച്ചവൻ ചെയ്ത സംവിധാനം അതിവിപുലമാണ്. നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള നിരവധി സാക്ഷ്യങ്ങൾക്കിടയിലാണ് ഓരോ മനുഷ്യനും ഇവിടെ ജീവിക്കുന്നത്. ആ സാക്ഷ്യങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തെ ഒപ്പിയെടുക്കുന്നുണ്ട്, അത് പകർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. തിരുത്തപ്പെടാത്ത വളരെ കൃത്യമായ രേഖകളായി അത് സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം കൃത്യമായ നിരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കാണാത്ത, നമ്മളറിയാത്ത സാക്ഷികൾ ഒരുപാട്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സാക്ഷ്യങ്ങളെല്ലാം മനുഷ്യൻ്റെ മുമ്പിൽ പരലോകത്ത് വരുമ്പോൾ ഹാജരാക്കപ്പെടുകയാണ്. ഈ പ്രപഞ്ചത്തിൽ ഒരു ഇല അനങ്ങുന്നുവെങ്കിൽ, ഒരു ഇല മരത്തിൽ നിന്ന് കൊഴിയുന്നുവെങ്കിൽ അതറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് പ്രപഞ്ചനാഥനായ അള്ളാഹു. അള്ളാഹുവിൻ്റെ അറിവിൻ്റെ അപ്പുറത്ത്, അള്ളാഹുവിൻ്റെ കേൾവിയും കാഴ്ചയും മറച്ചു വെച്ചുകൊണ്ട് ഈ ലോകത്ത് ഒരു ചലനവും നടക്കുകയില്ല. ഒരാൾക്കും പ്രവർത്തിക്കാൻ കഴിയില്ല. താഴിട്ടടച്ച് കൂരിരുട്ടുള്ള റൂമിൻ്റെ അകത്തിരുന്നു കൊണ്ടാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥന അള്ളാഹ് കേൾക്കുന്നു, അള്ളാഹു കാണുന്നു. പരലോകത്ത് വരുമ്പോൾ അർശിൻ്റെ തണൽ ലഭിക്കുന്ന കൂട്ടത്തിൽ ഒരാളെ പരിചയപ്പെടുത്തിയത്, ഒരു മനുഷ്യൻ ആരുമില്ലാതെ തനിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഫാലത്ത് ഐന, അവൻ്റെ ഇരു കണ്ണുകളിൽ നിന്നും വെള്ളമൊഴുകിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സന്ദർഭത്തിൽ മറുഭാഗത്ത് ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി, കൂരിരുട്ടാണ് എന്ന് ബോധ്യപ്പെട്ട്, പരിസരത്തുള്ള ചലനങ്ങളെല്ലാം അവസാനിച്ചു എന്ന് ബോധ്യമാകുന്ന സന്ദർഭത്തിൽ അത്രയും അതീവ നിഗൂഢമായ സ്വകാര്യമായ സംവിധാനത്തിൽ വെച്ചുകൊണ്ട് തിന്മകൾ ചെയ്യുന്നവരുണ്ട്. ആ തിന്മകൾ ചെയ്യുമ്പോഴും അവൻ്റെ കൂടെ സാക്ഷികളുണ്ട്. എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന റബ്ബാണ്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. മനസ്സിൽ മറച്ചു വെക്കുന്നതും നമ്മുടെ അതീവ സ്വകാര്യമായിട്ടുള്ളതും എല്ലാം അറിയുന്ന റബ്ബാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ റബ്ബിൻ്റെ മുമ്പിൽ എങ്ങനെ മറച്ചു വെക്കാൻ നമുക്ക് കഴിയും? അതുകൊണ്ട് ഒന്നാമത്തെ സാക്ഷി അള്ളാഹു തന്നെയാണ്. ഒന്നാമത്തെ സാക്ഷി അള്ളാഹു തന്നെയാണ്. ഖുർആൻ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു, ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഷഹീദാ. അള്ളാഹു സർവ കാര്യങ്ങൾക്കും സാക്ഷിയായിരിക്കുന്നു എന്ന്. അള്ളാഹുവിൻ്റെ സാക്ഷിത്വം ഇല്ലാതെ ഈ ലോകത്ത് ഒന്നും നടക്കുന്നില്ല.
ഖുൽ കഫാ ബില്ലാഹി ഷഹീദ, പ്രവാചകരെ പറയുക, സാക്ഷിയായിട്ട് എനിക്കല്ല മതി, അള്ളാഹു മതി സാക്ഷിയായിട്ട് എല്ലാവർക്കും. അതുകൊണ്ട് റബ്ബിൻ്റെ ഷഹാദത്ത് സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം. എന്നാലും പരലോകത്ത് വിചാരണ നടത്തപ്പെടുന്ന വേളകളിൽ റബ്ബിൻ്റെ സാക്ഷ്യം മാത്രം അവലംബിച്ചുകൊണ്ടല്ല അള്ളാഹു വിചാരണ നടത്തുന്നത്. മനുഷ്യൻ പരലോകത്ത് വെച്ചും നിഷേധിക്കാൻ ശ്രമിച്ചുകൂടായികയില്ല. അതുകൊണ്ട് തന്നെ വിവിധങ്ങളായ സാക്ഷ്യങ്ങൾ പരലോകത്ത് മനുഷ്യൻ്റെ മുമ്പിലുണ്ട്. ലോകത്ത് വന്ന പ്രവാചകന്മാർക്ക് സാക്ഷ്യവിസ്താരമുണ്ടെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. നബിമാരെയെല്ലാം അള്ളാഹു സാക്ഷികളായി ഹാജരാക്കുന്ന സന്ദർഭമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ ഓതി കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങക്കല്ലേ ഖുർആൻ അവതരിച്ചത്? അങ്ങക്ക് ഞാൻ ഖുർആൻ ഓതി കേൾപ്പിച്ചു തരികയോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മറ്റൊരാൾ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ എനിക്കൊരാഗ്രഹമുണ്ട് എന്നാണ്. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഖുർആൻ ഓതി അത് പാരായണം ചെയ്തുകൊണ്ടിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരലോകത്ത് സാക്ഷിയായി ഹാജരാക്കുന്ന സന്ദർഭം പറയുന്ന ആയത്ത് ഞാൻ ഓതി. വകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഇനാ ബിക അലാ ഹഉലായി ഷഹീദ. എല്ലാ ഉമ്മത്തുകളിൽ നിന്നും സമുദായങ്ങളിൽ നിന്നും ആ സമുദായത്തിലേക്കുള്ള സാക്ഷിയെ നാം കൊണ്ടുവരുന്നു. എല്ലാവർക്കും സാക്ഷിയായി താങ്കളെയും നാം കൊണ്ടുവരും എന്ന് പറയുന്ന ആ ദിനത്തെക്കുറിച്ച് ആലോചിക്കുവാൻ ഖുർആൻ സൂചിപ്പിക്കുന്നു. ഈ ആയത്ത് ഓതിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, നിർത്തൂ എന്ന്. ഞാൻ പാരായണം അവസാനിപ്പിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഫൈദാ ഐനാഹു തദ്രിഫാൻ, ആ സന്ദർഭത്തിൽ പ്രവാചകന്റെ 2 കണ്ണിൽ നിന്നും വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. പരലോകത്ത് നബിമാർ സാക്ഷികളായി ഹാജരാക്കപ്പെടുന്നു. ഓരോ സമുദായങ്ങൾക്കും സാക്ഷിയായിട്ട് അതേ സമുദായത്തിലെ നബിയെ കൊണ്ടുവരുന്നു. ആ നബിയോട് ചോദിക്കുന്നു, താങ്കൾ ഈ സന്ദേശം ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുത്തിരുന്നോ എന്ന്. അങ്ങനെ പ്രവാചകന്മാരെയും അവിടെ സാക്ഷിയായി ഹാജരാക്കുന്നുണ്ട്. ചിലപ്പോൾ ആളുകൾ സമുദായങ്ങൾ നിഷേധിക്കും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കും, താങ്കളുടെ സമുദായത്തിന് ഈ സന്ദേശം എത്തിച്ചു കൊടുത്തിരുന്നോ എന്ന്. അവർ നിഷേധിക്കുകയാണ്. ആ നിഷേധിക്കുന്ന സന്ദർഭത്തിൽ താങ്കൾ ഈ സന്ദേശം എത്തിച്ചു കൊടുത്തു എന്നതിന് സാക്ഷിയായിട്ട് ആരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സാക്ഷി പറയുന്നത്. പ്രവാചകന്റെ സമുദായമാണ് സാക്ഷി പറയുന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും അതുപോലുള്ള പ്രവാചകന്മാരും അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഈ ദൗത്യം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ സാക്ഷി പറയുന്നു. കാരണം വിശുദ്ധ ഖുർആൻ അക്കാര്യം വ്യക്തമായും പരാമർശിച്ചു. ലോകത്ത് വന്ന പ്രധാനപ്പെട്ട പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ പ്രബോധനവും അവരുടെ സമൂഹവും അതോടനുബന്ധമായ കാര്യങ്ങളുമൊക്കെ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റുമൊക്കെ ആ പ്രവാചകന്മാരുടെ കൂടെ അവർക്ക് സാക്ഷികളായി അവിടെ പരാമർശിക്കുന്നുണ്ട്. ഇങ്ങനെ പരലോകത്ത് നടക്കുന്ന പ്രഥമ സാക്ഷ്യമായി നബിമാർ വരുന്നു. അതിൻ്റെയും പുറമെ വേറെയും സാക്ഷികളുണ്ട്. മലക്കുകൾ അവിടെ സാക്ഷികളായി ഹാജരാക്കപ്പെടുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും എന്താണ് പ്രവർത്തിക്കുന്നത്, എന്താണ് പറയുന്നത് എന്ന് കൃത്യമായും രേഖപ്പെടുത്തുന്ന മലക്കുകൾ മനുഷ്യൻ്റെ കൂടെയുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. കൃത്യമായും നിരീക്ഷിച്ച് രേഖപ്പെടുത്തുന്ന മലക്കുകളില്ലാതെ ഒരാളും ഒരു വാക്കും സംസാരിക്കുന്നില്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. പരലോകത്ത് വരുമ്പോൾ എല്ലാവരുടെയും കൂടെ സായിക്കും വഷഹീദ്, ആ ഓരോ മനുഷ്യനെയും തെളിച്ചു കൊണ്ടുപോകുന്ന വ്യക്തി, സാക്ഷി പറയുന്ന ഷഹീദായൊരു വ്യക്തി അവനോടൊപ്പം ഉണ്ടാകും. എല്ലാ മനുഷ്യൻ്റെയും കൂടെ സാക്ഷികളായി മലക്കുകളുണ്ട്. അവരെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഏടുകളുണ്ട്. പ്രവർത്തനത്തിൻ്റെ നമ്മുടേതായ ഏടുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ നാം ചെയ്ത പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളിൽ പശ്ചാത്തപിച്ച് മടങ്ങിയതുണ്ടെങ്കിൽ അതും കൃത്യമായും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
ഇങ്ങനെ കൃത്യമായും രേഖപ്പെടുത്തിയിട്ടുള്ള, നമ്മുടെ അവസാനത്തെ കർമ്മങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കർമ്മ രേഖ പരലോകത്ത് ഹാജരാക്കുന്നുണ്ട്. അത് രേഖപ്പെടുത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത മലക്കുകളും അവിടെ സാക്ഷികളായിട്ടുണ്ട്. ഇതോടുകൂടെ അവസാനിക്കുന്നുവോ? ഇല്ല. വിശുദ്ധ ഖുർആൻ നമ്മളോട് പരിചയപ്പെടുത്തിയത് യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാലഹ. മറ്റൊരു സാക്ഷിയാണത്. നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമി, അത് പരലോകത്ത് സാക്ഷിയായിട്ട് വരുന്നുണ്ട്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. ഭൂമി അതിശക്തമായ പ്രകമ്പനം കൊള്ളുകയും ഭൂമിക്കുള്ളിലുള്ള ഭാരമേറിയതൊക്കെ പുറത്തു വരികയും എന്താണ് ഈ ഭൂമിക്ക് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് മനുഷ്യൻ ഏറെ വിഷമം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന അന്ത്യനാടിൻ്റെ ഭയാനകമായ സന്ദർഭം. ആ സന്ദർഭം സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു തുടർന്ന് പറഞ്ഞത് അന്നേ ദിനം ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയും എന്നാണ്. ഭൂമി സംസാരിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പന ഭൂമിക്ക് വരും, സംസാരിക്കുവാൻ അനുവാദം അല്ലാഹു നൽകും. അങ്ങനെ ഭൂമി സാക്ഷി പറയും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് ചോദിച്ചു, എന്താണ് ഭൂമി സംസാരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ എന്ന്. അവിടെ നിന്ന് വിശദീകരിച്ച് പറഞ്ഞത്, ഭൂമി റബ്ബിൻ്റെ അടുക്കൽ പറയും, ഇന്ന വ്യക്തി ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നു എന്ന് റബ്ബിൻ്റെ മുമ്പിൽ സാക്ഷി പറയും. ഭൂമിയിൽ ജനിക്കുകയും ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുകയും ഭൂമിയിൽ തന്നെ കബറടക്കപ്പെടുകയും ചെയ്യുന്നവരാണ് മനുഷ്യർ. ആ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെല്ലാം ഈ ലോകത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാക്ഷിയായിട്ട് പരലോകത്ത് ഭൂമിയെയും ഹാജരാക്കുന്നുണ്ട്. അതിൻ്റെയും പുറമെ മറ്റൊരു സാക്ഷ്യമാണ് മനുഷ്യൻ്റേതായ അവയവങ്ങൾ. അവയവങ്ങളും പരലോകത്ത് സാക്ഷിയായിട്ട് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാസന്മാരെ വിചാരണ ചെയ്യുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അള്ളാഹു ചോദിക്കും, നിനക്ക് നാം അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി തന്നിട്ടില്ലായിരുന്നുവോ? നിനക്ക് ജീവിത വിഭവങ്ങൾ നൽകിയിട്ടില്ലായിരുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യൻ പറയും, അതേ നാഥ, എനിക്കെല്ലാം നീ നൽകിയിട്ടുണ്ട്. അള്ളാഹു ചോദിക്കും, നീ എന്നെ കണ്ടുമുട്ടുമെന്ന് വിചാരിച്ചിരുന്നുവോ? ഞാനങ്ങനെ വിചാരിച്ചിരുന്നില്ല. ഒരു പരലോകമുണ്ട് എന്ന് വിചാരിച്ചിരുന്നില്ല. ഈ സന്ദർഭത്തിൽ ആ വിചാരണയുടെ വേളയിൽ ചിലർ കള്ളം പറയുന്നു. അള്ളാഹുവെ, ഞാൻ വിശ്വസിച്ചിരുന്നു, നിന്റെ പ്രവാചകനിലും നിന്റെ വേദഗ്രന്ഥത്തിലുമൊക്കെ വിശ്വസിച്ചിരുന്നു, ഞാൻ നോമ്പനുഷ്ഠിച്ചിരുന്നു, തുടങ്ങിയ കാര്യങ്ങൾ എന്നെക്കൊണ്ട് സാധിക്കുന്നത്ര ഞാൻ നിർവഹിച്ചിരുന്നു എന്ന് റബ്ബിനോട് അവിടെ വെച്ച് കളവ് പറയും. ഈ സന്ദർഭത്തിൽ റബ്ബ് പറയും, ഇദൻ അൽ ആൻ നബ്അസു ഷാഹിദൻ അലൈക്. ഈ സന്ദർഭത്തിൽ നിനക്കെതിരെ ഒരു സാക്ഷിയെ നാം ഹാജരാക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ ആലോചിക്കുന്നത്, മൻ ദല്ലദീ യശ്ഹദു അലയ്യ, എനിക്കെതിരെ സാക്ഷി പറയാൻ ഇവിടെ ആരാണുള്ളത് എന്ന് മനുഷ്യൻ ചിന്തിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഫയഖ്തിമു അലാ ഫീഹി, വായക്ക് മുദ്ര വെക്കുന്നു. വയുഖാലു ലിഫഖദിഹി, അവൻ്റെ തുടയോട് കാലിനോട് പറയും സംസാരിക്കൂ എന്ന്. അപ്പോൾ അവൻ്റെ കൈയും കാലും അവയവങ്ങളുമെല്ലാം അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവിടെ സാക്ഷിയായിട്ട് തുറന്നു പറയും. നിഷേധിക്കാൻ കഴിയാത്ത സാക്ഷി അവൻ്റെ മുമ്പിൽ ഹാജരാക്കുകയാണ്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. വായക്ക് മുദ്ര വെക്കുന്നു, കൈകൾ സംസാരിക്കുന്നു, കാലുകൾ സാക്ഷി പറയുന്നു. ഇങ്ങനെ നിഷേധിക്കാൻ കഴിയാത്ത ഒരു സാക്ഷ്യം മനുഷ്യൻ്റെ മുമ്പിൽ അവൻ്റെ അവയവങ്ങളിലൂടെ തന്നെ അള്ളാഹു ഹാജരാക്കുകയാണ്. ഹത്താ ഇദാ മാ ജാഊഹാ ഷഹിദ അലൈഹിം സംഉഹും വ അബ്സാറുഹും വ ജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. പരലോകത്ത് വന്ന് മനുഷ്യർ നിഷേധിക്കുന്ന ആളുകളാകുമ്പോൾ അവർക്കെതിരെ സാക്ഷി പറയുന്നത് ആരൊക്കെയാണ്? അവരുടെ കാതുകളും കണ്ണുകളും ചർമ്മങ്ങളും അവർ പ്രവർത്തിച്ചതിനെക്കുറിച്ച് സാക്ഷി പറയും. വഖാലൂ ലിജുലൂദിഹിം ലിമ ഷഹിദ്തും അലൈന. വായകൾക്ക് സംസാരിക്കുവാൻ കഴിവൊടുക്കുമ്പോൾ മനുഷ്യൻ സ്വന്തം ചർമ്മങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ്
എതിരെ സാക്ഷ്യം പറഞ്ഞത് എന്ന്. ഖാലൂ അന്തഖനല്ലാഹു അല്ലദീ അന്തഖ കുല്ല ശൈ, എല്ലാത്തിനെയും സംസാരിപ്പിച്ച അല്ലാഹുവാണ് ഞങ്ങളെയും സംസാരിപ്പിച്ചിട്ടുള്ളത്. വഹുവ ഖലഖകും അവ്വല മർറ, അവനല്ലേ ആദ്യം എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. വഇലൈഹി തുർജഊൻ, അവൻ്റെ അടുക്കലേക്കാണ് മടക്കപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ കളവ് പറയാതെ ഉള്ള സത്യം വ്യക്തമായും ഈ അവയവങ്ങൾ പറയുകയാണ്. മനുഷ്യന് അവൻ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ അവനെ ബോധ്യപ്പെടുത്തുകയാണ് റബ്ബ് ചെയ്യുന്നത്. ഇങ്ങനെ നിരവധി സാക്ഷ്യങ്ങൾ നമുക്കോരോരുത്തർക്കും ഈ ജീവിതത്തിലുണ്ട്, പരലോകത്ത് വരാനിരിക്കുന്നുമുണ്ട്. പക്ഷെ നമ്മളാരും അത് ഓർക്കാറില്ല. അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ ജീവിക്കുന്നത്, അവൻ കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ബോധം നമ്മുടെ മനസ്സിൽ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. എന്നെ നോക്കി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾ എന്നോടൊപ്പമുണ്ട്, എല്ലാം അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകാറുണ്ട്. ആരുമില്ലെന്ന് നമ്മൾ വിചാരിക്കുന്ന സന്ദർഭത്തിൽ എന്നോടൊപ്പം വിവിധ സാക്ഷികളുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകുന്നുണ്ട്. വിജനപ്രദേശത്താണ് നമ്മളുള്ളതെങ്കിൽ പോലും അവിടെയും സാക്ഷിയായി മലക്കുകൾ ഉള്ളതിൻ്റെ പുറമെ ആ ഭൂമിയും നമുക്ക് സാക്ഷിയായിട്ട് വരാനിരിക്കുന്നുണ്ട്. എല്ലാത്തിനേക്കാളും ഉപരി സ്വന്തം അവയവങ്ങൾ തന്നെ തനിക്കെതിരെ സാക്ഷ്യം പറയുന്നൊരു കാലമുണ്ട് എന്ന് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ എത്രമാത്രം ജാഗ്രതയോടുകൂടെയും ശ്രദ്ധയോടുകൂടെയുമാണ് ഒരു വിശ്വാസിയായ മനുഷ്യൻ ജീവിക്കേണ്ടത്. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായൊരു ഉറപ്പുണ്ടെങ്കിൽ, ആ വിശ്വാസം ഉറപ്പായി മാറുന്നുവെങ്കിൽ നല്ലത് പ്രവർത്തിക്കാൻ നമ്മൾ സജീവമായിരിക്കും. തിന്മകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യും. സാഹചര്യങ്ങൾ ആയാൽ പോലും തിന്മകൾ ചെയ്യാത്ത ഒരു ജീവിതം നമുക്കുണ്ടായിത്തീരും. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് മനുഷ്യ സമൂഹത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. നിയമങ്ങളൊക്കെ എത്രമാത്രം കർക്കശമാണെങ്കിലും അത് മറികടക്കാനുള്ള പഴുതുകൾ ഉണ്ടാകും. ആ നിയമങ്ങൾ ലംഘിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എത്രമാത്രം സാഹചര്യങ്ങൾ നിയമലംഘനത്തിന് അനുകൂലമാണെങ്കിലും ശരി, ആ നിയമം ലംഘിക്കാതിരിക്കുന്നത് ഈ വിശ്വാസത്തിൻ്റെ മഹത്വമാണ്. ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല, എന്നാൽ പോലും മഹത്തായ പുണ്യകർമ്മങ്ങൾ മനുഷ്യർ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ്? ഇത് കാണുകയും അറിയുകയും ചെയ്യുന്ന റബ്ബിൻ്റെ മുമ്പിൽ പ്രതിഫലം ലഭിക്കുമല്ലോ എന്ന വിശ്വാസമാണ്. ആരുമില്ലാത്ത ഇരുട്ടറയിൽ ഇരുന്നു കൊണ്ട് നമസ്കരിക്കുന്ന ആളുകളുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആരും കാണാതെ പേരും കാര്യവും പരിചയപ്പെടുത്താതെ അതീവ സ്വകാര്യമായി മറ്റുള്ളവരെ സഹായിക്കുന്ന മനുഷ്യന്മാരുണ്ട്. എന്താണ് അവർക്കുള്ള പ്രചോദനം? പടച്ചവൻ്റെ അടുക്കൽ അതൊരു പുണ്യം ലഭിക്കുമെന്നുള്ളതാണ്. ആളുകളുടെ പ്രശംസ ആഗ്രഹിക്കുന്നില്ല. ആളുകൾ അറിഞ്ഞതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു നല്ല വാക്ക് പോലും, ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കുന്നില്ല. ആ സേവനം ലഭിച്ചവരിൽ നിന്ന് പോലും ഒരു നന്ദി വാക്ക് ആഗ്രഹിക്കുന്നില്ല. ആ രൂപത്തിൽ അതീവ സ്വകാര്യമായ സേവനങ്ങളും ഖിദ്മത്തുകളും ചെയ്യുന്ന ആളുകളെയും നമുക്ക് സമൂഹത്തിൽ കാണാം. നബിമാരുടെയും പ്രവാചകന്മാരുടെയും സഹാബികളുടെയും ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ അതുപോലുള്ള നിരവധി ആളുകളുടെ അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു വീട്ടിൽ തനിച്ച് താമസിക്കുന്ന വൃദ്ധയായ ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് രാത്രി ചെല്ലുകയും ആ സ്ത്രീക്ക് വേണ്ട പരിചരണങ്ങൾ നിർവഹിച്ച് തിരിച്ചു പോരുകയും ചെയ്യുമായിരുന്നു. സംശയം തോന്നിയ ഒരാൾ അദ്ദേഹത്തെ അനുഗമിച്ചു, ഏത് വീട്ടിലേക്കാണ് പോകുന്നത് എന്ന്. വീട് കണ്ടെത്തിയതിനു ശേഷം മറ്റൊരു സന്ദർഭത്തിൽ ആ വീട്ടിൽ ചെന്ന് ചോദിച്ചു, ആരാണ് നിങ്ങൾക്ക് വേണ്ട പരിചരണം ചെയ്തു തരുന്നത്? എനിക്കറിയില്ല. ഒരാൾ വരുന്നു, അയാൾ ആ കാര്യങ്ങൾ ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത രൂപത്തിലാണ് ആ സേവനങ്ങൾ ചെയ്യുന്നത്. സേവനങ്ങൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പുണ്യം നഷ്ടപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? സേവനത്തിന് പോകുമ്പോൾ തന്നെ ക്യാമറയിട്ടാണ് പോവുക.
ആളുകൾ അറിയിക്കേണ്ട ചില സംഗതികൾക്ക് അത് ആവശ്യമാണ്. ജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് നടത്തുന്നൊരു പരിപാടിയാകുമ്പോൾ അത് ആളുകൾ അറിയലൊരാവശ്യമാണ്. അവർ തന്ന പണം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തലൊരാവശ്യമാണ്. അതീവ സ്വകാര്യമായി വ്യക്തിപരമായി ചെയ്യുന്ന സേവനങ്ങളാണെങ്കിൽ എന്തിനാണ് മറ്റൊരാൾ അറിയേണ്ടത്? മഹാനായ സൈനുൽ ആബിദീൻ റഹിമഹുല്ല അലി റളിയല്ലാഹുവിൻ്റെ സന്താന പരമ്പരയിലെ പ്രമുഖനായ പണ്ഡിതനും ധനികനും അറിയപ്പെടുന്ന വ്യക്തിയുമാണ്. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾക്കിടയിൽ ഒരു സംസാരം. കാരണം ചുമലിലുള്ള തഴമ്പായിരുന്നു സംസാര വിഷയം. ദിവസങ്ങൾ പിന്നിട്ടു അതിശൈത്യമുള്ള സന്ദർഭം വന്നു. അപ്പോഴാണ് മദീനയിൽ നിന്ന് വളരെ വിദൂരത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ചില ആളുകൾ വന്നത്. അവർ വന്നിട്ട് ഈ വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചു. വ്യക്തിയുടെ പേരൊന്നും അവർക്കറിയില്ല. അവർക്കറിയുന്നത് ആ മനുഷ്യൻ്റെ രൂപമാണ്. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലേക്ക് ഇടക്ക് വരും, ചില ഒട്ടകങ്ങളുമായി വരും. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടാകും, വസ്ത്രങ്ങളുണ്ടാകും. ഞങ്ങളുടെ ഗ്രാമത്തിലെ ഓരോ വീട്ടിൻ്റെയും വാതിൽ വെച്ച് പ്രഭാതമാകുമ്പോഴേക്കും അദ്ദേഹം തിരിച്ചു പോകുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ അടുക്കലേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സഹായം ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആളുകൾ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ അതീവ സ്വകാര്യമായിട്ടുള്ള ആ സേവനത്തിൻ്റെ ചരിത്രം എന്ത് എന്ന്. എന്തുകൊണ്ടാണ് ആ മഹാപണ്ഡിതൻ്റെ ചുമലിൽ തഴമ്പുണ്ടായത് എന്ന് ആളുകൾക്ക് അപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. ആളുകളിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല, നന്ദി വാക്കുകൾ, പ്രശംസ വാക്കുകൾ ആഗ്രഹിക്കുന്നില്ല. പിന്നെയോ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ല, അള്ളാഹുവിന് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ നിരക്ക് നിസ്വാർത്ഥമായി സ്വകാര്യമായി മഹത്തായ സേവനങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുടെ ചരിത്രം നമുക്ക് മുമ്പിലുണ്ട്. ഞാൻ ചരിത്രത്തിലേക്ക് കടന്നുപോകുകയില്ല. സൂചിപ്പിക്കുന്നത് ഈ മഹാമനുഷ്യന്മാരെ എങ്ങനെയാണ് വാർത്തെടുത്തത്, എങ്ങനെയാണ് ആ മഹത്വം അവർക്കുണ്ടായത്. ഈ ഈമാനാണ്. ഞാൻ ചെയ്യുന്ന സേവനങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന റബ്ബുണ്ട്. ആ റബ്ബിൻ്റെ അടുക്കൽ എനിക്കൊരു പ്രതിഫലം പൂർണ്ണമായും കിട്ടുന്നൊരു സൽക്കർമ്മമായി തീരണം. അവിടെ എനിക്ക് സ്വർഗമാണ് ലഭിക്കേണ്ടത് എന്നുള്ള അതിയായ ആഗ്രഹം അവരെ മനസ്സിലുണ്ടാക്കിയത് ഈ ഒരു വിശ്വാസമാണ്. ആ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തെ വിശ്വാസം കൊണ്ട് നന്മ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുന്നത് ഇത്തരം വിശ്വാസം ശക്തിപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് വിശ്വാസവും നമ്മുടെ കർമ്മജീവിതവും തമ്മിൽ സമന്വയിപ്പിക്കാൻ കഴിയണം. ഒരു പക്ഷിക്ക് പറന്നുയരണമെങ്കിൽ അതിൻ്റെ ചിറകുകളും ഒരുപോലെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒന്നിന് അബദ്ധം സംഭവിച്ചാൽ അതിന് ഉയർന്നു പറക്കാൻ കഴിയില്ല. സ്വർഗത്തിലേക്ക് നമുക്ക് പറന്നെത്തേണമെങ്കിൽ ഈമാനും അമലു സ്വാലിഹാത്തും രണ്ടും സമന്വയിപ്പിക്കേണ്ടതുണ്ട്. വിശ്വാസം മനസ്സിലുണ്ടെന്ന് പറയുന്നത് കൊണ്ട് ഈമാനായിരുന്നില്ല. മറിച്ച് ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുകയും സൽക്കർമ്മങ്ങളിൽ ശക്തമായ പ്രചോദനം നൽകുകയും ചെയ്ത് ചിറകുകളുമായി പറക്കുമ്പോൾ മാത്രമേ നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. അവിടെയാണ് ഈ സാക്ഷി വിസ്താരത്തെ സംബന്ധിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നാം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയുള്ളത്. ആ കാര്യത്തെപ്പറ്റിയൊരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തിലും അത്തരം ബോധം നാം വളർത്തിയെടുക്കുകയും ചെയ്യണം. ഈ ബോധം നഷ്ടപ്പെടുന്നിടത്താണ് ഇബ്ലീസിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അവിടെയാണ് ശൈത്താൻ്റെ സ്വാധീനമുണ്ടാകുന്നത്. അവിടെയാണ് ജീർണതകൾ രൂപപ്പെട്ടു വരുന്നത്. വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നതിനനുസരിച്ച് പിശാചിൻ്റെ സ്വാധീനം കൂടും. ദുഷിച്ച ചിന്തകളും പ്രവർത്തനങ്ങളും ഉണ്ടായിത്തീരും. നാശത്തിലേക്ക് നമ്മളെത്തും. മരിച്ച് നരകത്തിലേക്ക് പോകുന്ന കൂട്ടത്തിലായി പോകും. അതുകൊണ്ട് സഹോദരന്മാരെ, വളരെ ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഈ ജീവിതം അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയതാണ്. ഇപ്പോൾ നാം കർമ്മഭൂമിയിലാണുള്ളത്. നാളെ നമുക്ക് വരാനുള്ളത് ഫലങ്ങൾ അനുഭവിക്കാനുള്ള ഭൂമിയാണ്. അവിടേക്ക് നാം എത്തിച്ചേരുമ്പോൾ ഫലം അനുഭവിക്കണമെങ്കിൽ ഇപ്പോഴാണ് നാം രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. അതിനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ.